ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് വിമർശനങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഷോറി സാർ, റീസെൻ്റായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു പാർലമെന്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ താങ്കളെക്കുറിച്ച് ഒരു ചെറിയ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ താങ്കൾക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ജസ്റ്റ് പറഞ്ഞു താങ്കൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ ഭയങ്കര ആക്റ്റീവാണെന്ന്. താങ്കൾ അതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. അല്ല, ഞാൻ അത്രയ്ക്കൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന്. പിന്നെ അദ്ദേഹം ഒരു ക്ലവറായ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിലെനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതുപോലെയാണ്. അദ്ദേഹം അങ്ങനെയാണ് പറയാനായിട്ട് ശ്രമിച്ചത്. വേറൊരു വശം എന്താന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ പറയാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും മീഡിയ എങ്ങനെയാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്തത്? ഏതോ എൻ്റെ മേലെ ഒരുപാട് കുറ്റം ചുമത്തിയതുപോലെയൊക്കെയാണ്. ശരി, എൻ്റെ മേലെ എന്ത് കുറ്റമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയേ. അതിൻ്റെ ഫാക്ട്സും ഞാൻ തന്നെ പറയാം. ആ കുറ്റാരോപണം എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സെൻഡോർ ഹോട്ടലുണ്ട് ജൂഹു, മുംബൈയിൽ. അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സംഭവിച്ച സമയത്ത് താങ്കൾ അതിൽ കൂടുതൽ താല്പര്യം എടുത്തു, ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്തെന്ന്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടില്ല എന്നാണ്? അതായത് ഒരാൾ ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ എംപ്ലോയി ആണെന്ന് നിങ്ങൾ കരുതിക്കോ. നിങ്ങൾ എന്നോട് പറയുകയാണ് ഈ സ്റ്റോറി പോയി ആ ഏരിയയിൽ പോയിട്ട് ചെയ്യാനായിട്ട്. ഇന്നത് ഇന്ത്യ ടിവിയിൽ വരണമെന്നും പറയുന്നു. എനിക്ക് പിന്നെ അവിടെ പോയിട്ട് കൊതുകടിക്കാനാണോ പറ്റുന്നത്? ഞാൻ ആക്റ്റീവായിട്ട് എൻ്റെ ജോലിയല്ലേ അവിടെ പോയി ചെയ്യത്തുള്ളൂ. ഇന്ന് ചിദംബരം സാർ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലേ? അതുമാത്രമല്ല, ഈ കേസിലും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് അദ്ദേഹം കാണിച്ചിരുന്നു. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അദ്ദേഹം ഒരു റിട്ടയർഡ് ഓഫീസറെ പേഴ്സണലി സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ടും പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഇന്നാക്ടിവേറ്റ് ഇൻട്രസ്റ്റ് ആണോ? അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ള ഉദാഹരണം ഞാനിപ്പോൾ പറയാം. പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞു ഈ ഹോട്ടൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടന്ന സമയത്ത്, അതിന്റെ സെയിൽ തീരുമാനിക്കുന്ന സമയത്ത് അവിടെ അജിത് കേൽക്കർ എയർ ഇന്ത്യയുടെ ബോർഡിൽ ഉണ്ടായിരുന്നു. ആ തീരുമാനമെടുത്ത കമ്മിറ്റിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഹോട്ടൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പൊ ഈ ഹോട്ടൽസിന്റെ കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തീരുമാനമെടുത്ത ആ സമയത്ത് ഈ കേസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനിലേക്ക് പോയി. ആ സമയത്ത് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്നറിയാവോ? ദേവഗൌഡ സാറായിരുന്നു. അപ്പോൾ അതിന് മാത്രമായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് മിനിസ്റ്റർ ഇല്ലായിരുന്നു. ഫൈനാൻസ് മിനിസ്ട്രിയാണ് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആരായിരുന്നു ഫൈനാൻസ് മിനിസ്ട്രി? പി ചിദംബരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ചോദ്യമില്ലായിരുന്നോ ഡയറക്ടർ ആരാണെന്ന്? ആ ഡയറക്ടർ ആരാ അപ്പോയിന്റ് ചെയ്തത്? ഇൻ എനി കേസ് നിങ്ങൾ ഡിസിഷൻ എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഡയറക്ടർ ആകാൻ പറ്റില്ല. ബിറ്റേഴ്സിനെ പറ്റി കറക്റ്റായ റൂൾസ് ഉണ്ട്. ആര് ക്വാളിഫൈ ആകും, ആര് ഡിസ്ക്വാളിഫൈ ആകും എന്നൊക്കെ. പക്ഷെ നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് ഒരുത്തനെ വെറുതെ അങ്ങ് ഡിസ്ക്വാളിഫൈ ചെയ്താൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പറയും ഇദ്ദേഹം ഒരു ബിറ്ററിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരാൾക്ക് ഫേവർ ചെയ്യുകയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിൽ ചില റൂൾസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമേ ക്വാളിഫൈ ആകാനും ക്വാളിഫൈ ആകാതിരിക്കാനും സാധ്യതയുള്ളൂ. പക്ഷെ ഈ കാര്യം ആരും തന്നെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അവർ മറ്റൊരു സ്പെസിഫിക് ഇതിലുള്ള വേറൊരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് വന്നിട്ട് ഈ ഹോട്ടലുകളിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി ചെയ്യത്തില്ല. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ മറച്ചു വച്ചു. ഈ ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എയർ ഇന്ത്യയുടെ സബ്സിഡറിയാണ്. അതുകൊണ്ട് എയർ ഇന്ത്യയാണിത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളോട് ഫൈനൽ സ്റ്റേജിലാണ് പറഞ്ഞത് സെപ്റ്റംബർ 2001. ഇതാരംഭിച്ചത് 96-ൽ. സെപ്റ്റംബർ 2001 നിങ്ങളോട് ബിഡ്സിനെ വിളിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് CPM-ന്റെ MPകളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണങ്ങൾക്ക് ചിദംബരം ഉത്തരം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പനി അജിത് കേൽക്കറിന്റെ കമ്പനിയാണ്, പണം നൽകാൻ സാധിക്കുന്നില്ലെന്ന്. പിന്നെ അരുൺ ഷോറി വന്ന് തന്റെ മിനിസ്ട്രിയിൽ ബാങ്കേഴ്സിനെ വിളിച്ച് പണം എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഗവൺമെന്റ് ഹോട്ടൽ വാങ്ങിക്കുന്നത് പോലെ ചെയ്തു. അതായത് കള്ളം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കി പറയാം. അത് ശരിയാണ്, ഇവരിട്ട ബിറ്റ് വന്നിട്ട് ഞങ്ങൾ സീക്രട്ടായിട്ട് വെച്ചിരുന്ന റിസർവ് പ്രൈസിനെക്കാളും 53% വന്നിട്ട് അധികമായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ബിറ്റ്. അപ്പോൾ ഇയാളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പെനാൽറ്റി ഉണ്ടായിരുന്നു. ഡിസംബർ 31 വരെ 10 ദിവസം എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു ആ കാശ് നൽകുന്നതിന് വേണ്ടി. നമ്മൾ പറഞ്ഞു ശരി നൽകിയേക്ക്, കാരണം 153 കോടി ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നേക്ക്. പക്ഷെ ഞങ്ങൾ കൊടുത്ത കണ്ടീഷൻ നിങ്ങൾ ആ കാശ് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ 5 കോടിയെ 15 കോടിയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹവും ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന് പറഞ്ഞു ഞങ്ങൾ 36 കോടി ഗ്യാരണ്ടി തരാം. അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് നോക്ക്, ഇത് ബാങ്കിൻ്റെ ഗ്യാരണ്ടി,
ബാങ്കുകൾ കാശ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന്. അതിനവര് ബാങ്കേഴ്സിനെ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കും, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ബാങ്കേഴ്സ് വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഇങ്ങനെ ഒരു ലോൺ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങളുടെ അസസ്മെൻറ്റിൽ ഇതൊരു കൊമേഴ്ഷ്യലി നല്ല ഡീലാണെന്നാണ് ചോദിച്ചേ. പക്ഷെ അവർ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നാണ്. നിങ്ങളൊന്ന് എഴുതി തന്നേക്ക് എന്ന് ഞാൻ പറഞ്ഞു. അവർ എഴുതിയും തന്നു. അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് നിങ്ങൾ എഴുതി തരുന്നതിനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്ന്. അതായത് 4 ദിവസം കൊണ്ട് നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾ എഴുതി കൊണ്ടുവന്നത് കൺഫേം ചെയ്യണം. അവരും കൺഫേം ചെയ്തു. അതിനുശേഷം എല്ലാ കാശും ഗവൺമെന്റിലേക്ക് പോയി. അപ്പോൾ ആ മനുഷ്യൻ ആ ഡീലിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം അദ്ദേഹം ആ ഡീലിൽ നിന്ന് ബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് റിസർവ് പ്രൈസിനേക്കാളും 53% കൂടുതൽ. അദ്ദേഹം പിടിക്കപ്പെട്ടു. ആ കാശ് കൊടുക്കേണ്ടി വന്നു. ആ കാശ് ഗവൺമെന്റിലേക്കും പോയി. അവര് പറഞ്ഞതുപോലെ വാല്യൂഷൻ 240 കോടി വെക്കാമായിരുന്നു. പക്ഷേ റിസർവ് പ്രൈസ് ആയിട്ട് 101 കോടിയാണ് വെച്ചത്. ഈ 240 കോടി ഫിഗർ എവിടെന്നാ വന്നത്? ഇന്നലെ ഞാൻ പ്രസിനോടും ചോദിച്ചു. പറയുമ്പോൾ അങ്ങനെ കയറി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനൊരു ബേസിക്സ് വേണമല്ലോ. അഡ്വൈസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അവർ പ്രോപ്പറായ വാല്യുവേഷനും ചെയ്യും. ഈ പ്രോസസ്സ് ഒരു 6-8 മാസം പോകും. ശരി, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഗ്രോസ് ഫിഗറാണോ? അതിലുള്ള ലയബിലിറ്റീസിനെ മൈനസ് ചെയ്യണോ? ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഈ ഫിഗർ 90s വാല്യൂഷനാണോ? അപ്പോൾ ഈ ഹോട്ടൽ 24 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. അത് ഏത് ലെവൽ വരെ തകർന്നെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഓക്യുപ്പൻസി ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ 43% പോലും ഇല്ലാതായിപ്പോയി. ആ സമയത്ത് 1.5 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴുള്ള വാല്യൂഷനാണോ അതോ പഴയ വാല്യൂഷനാണോ? അതും ആർക്കും അറിയില്ല. 240 കോടി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം ഈ റിപ്പോർട്ട്, അഡ്വൈസറിന്റെ റിപ്പോർട്ട്, പിന്നെ ജോയിന്റ് സെക്രട്ടറീസിന്റെ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം കമ്മിറ്റി ആൻഡ് സെക്രട്ടറീസ്, ക്യാബിനറ്റ് സെക്രട്ടറീസിന്റെ നേതൃത്വത്തിൽ നടന്ന കമ്മിറ്റി എടുത്ത വാല്യുവേഷൻ ഡിസിഷനും, അതും എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അങ്ങ് പുറത്തുവിട്ടു. അരുൺ സാർ, ഈ കുറ്റാരോപണങ്ങളെല്ലാം ആദ്യത്തെ പ്രാവശ്യമല്ല പറയുന്നത്. അതായത് 2024 ജൂലൈ 21 CPMന്റെ എംപിമാരാണ് പാർലമെന്റിൽ ഈ ന്യൂസ് കൊണ്ടുവന്നത്. ഫെബ്രുവരിയിൽ വീണ്ടും ഈ കാര്യം പുറത്തു വന്നു. ചിദംബരം സാർ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. സാധാരണ പറയാറില്ലേ, എന്തെങ്കിലും പുക വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഇച്ചിരിയെങ്കിലും തീ കാണുമെന്ന്. അതുപോലെ എന്തെങ്കിലും? ഇല്ല സാർ, പാർലമെന്റിലെ 19 ഡിബേറ്റ് നടന്നിരുന്നു. ഡിഫൻസിന്റെ മേലെ ഒരു പ്രാവശ്യം പോലും നടന്നിട്ടില്ല. ആ 5-6 വർഷത്തിലെ 19 ഡിബേറ്റും ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെയാണ് നടന്നത്. പാർലമെന്റില് 1000-ൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരവും കൊടുക്കുകയുണ്ടായി. പക്ഷെ അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. വേറെ ഒരു പ്രശ്നവും കിട്ടിയില്ലെങ്കിൽ ഇത് കയറി അവർ പിടിക്കും. ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാല്യൂഷനിൽ കയറി അങ്ങ് പിടിക്കും. അതിനുശേഷം ആരെങ്കിലും ഉത്തരം പറയാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ, ഇല്ല ഇത്രയും ഡീറ്റെയിൽ ഇട്ടൊന്നും വേണ്ട, ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയും. സോ എന്നോട് ചോദിച്ചാൽ ഈ കാര്യത്തിൽ ഓപ്പണായിട്ട് ഡിബേറ്റ് നടക്കണം. അത് 10 മണിക്കൂറായിരുന്നാലും പ്രശ്നമില്ല. നിങ്ങളുടെ പോയിന്റ്സ് ശരിയാണ്. താങ്കൾ പാർലമെന്റിൽ പോകണം, പക്ഷേ താങ്കൾ പാർലമെന്റ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയല്ലേ? ഇല്ല, അത് വേറെ കാര്യമാണ്. അതിപ്പോ എന്തുകൊണ്ടെന്നാൽ അത് വേറെ. ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. നിങ്ങളോട് ഞാൻ ഫ്രാങ്കായിട്ടിനെ പറയാം, പാർലമെന്റിന് മേലെ യാതൊരു കുറ്റവുമില്ല. എന്നെപ്പോലുള്ള ഒരാൾ പാർലമെന്റിൽ പോകുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും തന്നെ അവിടെ ഇല്ല. കാരണം ആരും എന്തും കേൾക്കാനായിട്ട് തയ്യാറല്ല. ആദ്യം ഇവർ ഓപ്പോസിഷനിൽ ഉണ്ടായിരുന്നപ്പോൾ മറ്റുള്ളവരെ ഇൻട്രപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രഷറി ബെഞ്ചിൽ ഇരുന്നിട്ടും ഒരാളെ കൂടെ ഓപ്പോസിഷനിൽ സംസാരിക്കാനേ വിടുന്നില്ല. ഞാൻ രാജ്യസഭയിൽ ഇടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ജഷ്വന്ത് സാറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ മൈൽഡായിട്ടാണ് സംസാരിക്കുന്നത്. ജഷ്വന്ത് സാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോഴും ഫാക്ട്സ് മാത്രമേ സംസാരിക്കൂ. ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് വിടത്തേയില്ല. താങ്കൾ പ്രസ് കോൺഫറൻസ് നൽകും, TV-യിൽ ഇന്റർവ്യൂ നൽകും, പാർലമെന്റ് യൂസ് ചെയ്യില്ലേ? ഇല്ല, നമ്മൾ സംസാരിക്കാനേ സമ്മതിക്കാത്തപ്പോ നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർക്ക് അവരുടെ മുന്നിലേക്ക് സത്യം എത്തിക്കുന്നത് നമ്മുടെയൊക്കെ കടമയല്ലേ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. എല്ലാവരും പാർലമെന്റ് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് നടക്കാത്തതെന്നുള്ള എല്ലാ ഫാക്ട്സും നിങ്ങളുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. അതായത് ഒരു എഗ്രിമെന്റ് നടന്നു കഴിഞ്ഞാൽ വേറെ ഒരിടത്തു നിന്നൊരു സിഗ്നൽ വരും, ആ എഗ്രിമെന്റ് വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് അംബിക സോണി, എൻ്റെ സുഹൃത്ത് സഞ്ജയ് ബാരു, ഇവരൊക്കെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയും. എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ വഴിക്ക് തന്നെ പോകും.
പക്ഷേ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രതിപക്ഷം കുറ്റം ആരോപിക്കുന്നതിന് പകരം ഇപ്പോൾ ഗവൺമെന്റ് തന്നെ കുറ്റം ആരോപിക്കുന്നു. ദിവസവും താങ്കളുടെ കൂടെയുള്ള ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ചാണ്. ഇതാണ് ആദ്യത്തെ തവണ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എൻ്റെ ലോകത്ത് തന്നെ ഒരു സിറ്റിംഗ് മിനിസ്റ്ററുടെ മേലെ 420 കേസ്. ഇതൊരു പൊളിറ്റിക്കൽ ഓപ്പോണന്റ് കൊടുത്ത കേസല്ല. ഇത് വന്നിട്ട് അവരുടെ ഗവൺമെന്റ് തന്നെ കൊടുത്ത ഒരു കേസാണ്. ദേവഗൌഡ ഗവൺമെന്റിലാണ് ഈ കേസ് തന്നെ ആരംഭിച്ചത്. അപ്പോൾ കൊടുത്ത കേസാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു. കോർട്ട് വന്നിട്ട് ചാർജും ഫ്രെയിം ചെയ്തു. ആൻഡ് ഇതേപോലെ ഒരു ഫോൾസ് കേസും പിടിക്കപ്പെട്ടിരുന്നു അങ്ങ് ഗുജറാത്തിൽ. എൻ്റെ കാറിനെ ഡാമേജ് ചെയ്യുന്നു പറഞ്ഞ്. ജാർഖണ്ഡ് കേസിൽ സുപ്രീം കോർട്ട് വളരെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പം സുപ്രീം കോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കണക്കിൽ വരാത്ത ഈ സ്വത്തിൻ്റെ കേസുകളെ എങ്ങനെയാണ് തടഞ്ഞു വച്ചതെന്ന് ചോദിക്കുന്നു. അതൊരു മിനിസ്റ്ററിനെതിരായിട്ട്. അതുകൊണ്ട് അതിനെല്ലാം ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ മേൽ കുറ്റം ആരോപിക്കുന്നത്. ചിദംബരം സാർ താങ്കളുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ലാലു സാർ ജോർജ് ഫെർണാണ്ടസിന്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. ജോർജ് ഫെർണാണ്ടസ് നിതീഷ് കുമാറിന്റെ മേലും ലാലു പ്രസാദിന്റെ മേലും കുറ്റം ആരോപിക്കുന്നു. പരസ്പരം കുറ്റം ആരോപിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഈ വിഷയം തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. അതായത് മീഡിയ ആരെന്ത് പറഞ്ഞാലും അത് വെരിഫൈ ചെയ്യാതെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതുവരെ, എന്താണ് ശരി എന്താണ് തെറ്റി എന്ന് അവർ അന്വേഷിക്കാത്തതുവരെ. അരുൺ സാർ, ഈ വഴക്ക് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും നടുവിലുള്ളതാണ്. പക്ഷേ എല്ലാ ഉത്തരവാദിത്വവും മീഡിയയുടെ തലയിലിട്ടാ എങ്ങനെ? ഇല്ല സാർ, ഇല്ല. ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ മേലെ ഞാൻ ഇടുന്നില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു കാര്യം ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തെ CBIയുടെ എൻക്വയറി വരെ എന്തിനു വെയിറ്റ് ചെയ്യണം? നിങ്ങൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യ്. ജനങ്ങളോട് എന്താണ് സത്യം എന്ന് എടുത്ത് പറയേ. ഞാൻ പറയുന്നതും കേൾക്കണ്ട, ചിദംബരം പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കണം. അപ്പോഴേ ഇതിനൊരു തീരുമാനമാകൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതിന്റെ അനന്തരഫലം എന്താന്ന് വെച്ചാൽ ഏതൊരു ഹോണസ്റ്റ് ഓഫീസറിനെ കൊണ്ടും ഒരു തീരുമാനവും എടുക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് ഇന്ത്യ TVയിൽ നിന്നുകൊണ്ട് താങ്കൾക്കൊരു ഉത്തരവാദിത്തം നൽകാം. ഞങ്ങൾ ഓരോ കുറ്റാരോപണങ്ങൾക്കും ഉള്ളിൽ പോയി താങ്കൾ പറയുന്നതും വിശ്വസിക്കില്ല, ഗവൺമെന്റ് പറയുന്നതും വിശ്വസിക്കില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ പൂർണ്ണ പിന്തുണയും നൽകും. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു ഫാക്റ്റ് ആയിരുന്നാലും, അതായത് ഇന്ത്യൻ എക്സ്പ്രസ് അന്വേഷിക്കുന്നത് പോലെ നിങ്ങളും ഇതിൽ കഴിവുള്ളവരാണ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് അന്വേഷിക്കുന്നതിന് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും എൻ്റെ പൂർണ്ണ പിന്തുണ നൽകും.